ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച ബി.ജെ.പി. നേതാവ് രാം മാധവിനോട് അമേരിക്കയിൽ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായി. ഇന്ത്യയിൽ ആർ.എസ്.എസ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും ബീഫിന്റെ പേരുള്ള അക്രമങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു. ഏപ്രിൽ 24-ന് വാഷിംഗ്ടൺ ഡിസിയിലായിരുന്നു സംഭവം. US ഇന്ത്യ ബന്ധത്തിലെ പുതുമുന്നേറ്റ വഴികളെന്ന വിഷയത്തിൽ അമേരിക്കൻ വലതുപക്ഷ തിങ്ക് ടാങ്കായ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ച ശേഷം മടങ്ങുമ്പോഴാണ് മുതിർന്ന ബി.ജെ.പി. നേതാവ് രാം മാധവിന് കടുത്ത ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത്. വാഷിംഗ്ടൺ ഡിസിയിലായിരുന്നു സംഭവം. ഇന്ത്യയിൽ ആർ.എസ്.എസ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മുസ്ലിം സ്ത്രീകളെ ആർ.എസ്.എസ് കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ ആൾക്കൂട്ടക്കൊല നടക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നീ ചോദ്യങ്ങളാണ് രാം മാധവിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. What do you have to say about the RSS burning Christians alive? What do you have to say about the RSS gang raping Muslim women? What do you have to say about the RSS massacring Christians and Muslims in India? Lynching people for eating beef. Hey Shri Madhavji, why are you in America? Why are you in America, Madhavji? ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രാം മാധവ് വാഹനത്തിൽ കയറി അവിടെ നിന്ന് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ന്യൂ ഇന്ത്യ കോൺഫറൻസിൽ ആർ.എസ്.എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബാലയും ആർ.എസ്.എസിന്റെ അജണ്ട സംബന്ധിച്ച ചോദ്യങ്ങൾ നേരിട്ടിരുന്നു. ഏപ്രിൽ 24-ന് നടന്ന പരിപാടിയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലായിരുന്നു ഹൊസബാലെ സംസാരിച്ചത്. ഇതിലാണ് ആർ.എസ്.എസ് ഒരു വംശീയവാദ സംഘടനയല്ല എന്ന് ഹൊസബാലെ പറഞ്ഞത്. അമേരിക്കയിലെ വെളുത്ത വംശ മേന്മാവാദ സംഘടന കൂക്ലസ് ക്ലാൻ പോലെ ഒരു സംഘടനയല്ല ആർ.എസ്.എസ് എന്ന് ഹൊസബാലെ പറഞ്ഞത് വാർത്തയായിരുന്നു. ആർ.എസ്.എസ് ക്രിസ്ത്യൻ വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ, ആധുനികതാ വിരുദ്ധ സംഘടനയാണെന്നത് വ്യാജമായ പ്രചാരണമാണെന്നും ഹൊസബാലെ അവകാശപ്പെട്ടിരുന്നു. Knowingly, unknowingly, or as a part of agenda or whatever it is, that RSS is a Hindu supremacist, or that is in a way the anti-Christian, anti-minority, anti-development in women, anti-modernization. So what is pro is not told. Always anti. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും ആർ.എസ്.എസ് ബന്ധമുള്ള സംഘടനകളും വ്യാപക അതിക്രമം നടത്തുന്നതായി US കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിന്റെ മാർച്ച് 2026 റിപ്പോർട്ടിലുണ്ട്. ആർ.എസ്.എസിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള ശുപാർശയും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആർ.എസ്.എസ് നേതാക്കൾക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനമടക്കം നിഷേധിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മാധ്യമപ്രവർത്തകൻ രാം മാധവിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. US CIRF റിപ്പോർട്ട് പുറത്തുവന്ന് ഒരു മാസത്തിനകമാണ് രാം മാധവും ആർ.എസ്.എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയും US സന്ദർശിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.